പാഠം 383 ചില തൊഴിലാളി ദിന ചിന്തകൾ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. വിശേഷമൊന്നുമില്ല, അവധി ദിവസമായതുകൊണ്ട് വെറുതെ വീട്ടിയിരിക്കുന്നു. ആ ഫയലിന്റെ കാര്യം സദയം പറഞ്ഞിരുന്നു. ഇന്നലെ വില്ലേജ് ഓഫീസ് കൊണ്ടുതരാന്നാ പറഞ്ഞിരുന്നത്, പക്ഷെ വന്നില്ല. അയ്യോ അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ നാളെ രാവിലെ താലൂക്ക് ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ. അതെയോ? ശരി സാർ. നന്ദകുമാർ സാറിന് വീട് അറിയാമോ? ശരി സാർ. നന്ദകുമാർ സാറോ? അതാരാ? തഹസിൽദാരുടെ അനുജൻ, PWDയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. നന്ദകുമാർ സാർ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ഇവിടെ എന്തിനാ? കെ മോഹനകൃഷ്ണൻ ഒരു ചെറിയ ആളാണെന്ന് നിനക്കൊരു തോന്നലുണ്ടാവും, പക്ഷേ PWDയിലെ AXC വീട്ടിൽ വന്ന് കാണാൻ മാത്രം വലിയ ആളാണ് ഞാനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഈ PWDയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊന്നും അല്ലല്ലോ, ആണോ? അതുകൊട്ടെ, ഈ PWDയിലെ എഞ്ചിനീയർക്ക് വില്ലേജ് ഓഫീസർ വീട്ടിലെന്താ കാര്യം? മുറ്റത്തോടി റോഡുണ്ടാക്കാൻ പോവാ? തഹസിൽദാര് അത്യാവശ്യമായിട്ടൊരു ഫയൽ സഹദേവന്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് നടന്നില്ല. ഇന്ന് അവധിയായതുകൊണ്ട് സഹദേവൻ നാട്ടിൽ ആ ഫയലും കൊണ്ടാണ് നന്ദകുമാർ സാർ വരുന്നത്. ഞങ്ങളുടെ വക്കീലാഫീസിലും കോടതിയിലും ഒക്കെ ഒരു ഫയൽ വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തുവിടുന്നത് പിയൂണിന്റെ കയ്യിലാണ്. ഇതിപ്പോ റവന്യൂ വകുപ്പിലെ തഹസിൽദാര് റവന്യൂ വകുപ്പിലെ തന്നെ വില്ലേജ് ഓഫീസർക്ക് ഒരു ഫയൽ കൊടുത്തുവിടുന്നത് PWDയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കയ്യില്. അങ്ങനെ കൊടുത്തുവിട്ടൊന്നുമല്ല. നന്ദകുമാർ സാർ എന്തോ ആവശ്യത്തിനായി ഇതുവഴി പോകുന്നുണ്ട്. അപ്പോ ഫയൽ ഇവിടെ ഒന്ന് കൊടുക്കാമോ എന്ന് തഹസിൽദാർ ചോദിച്ചു, അത്രേ ഉള്ളൂ. 1 മണിക്കൂറിൽ നന്ദകുമാർ സാർ ഇവിടെ എത്തും. അപ്പോ നാവ് വിളിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചായ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അതല്ല, നീ സ്ഥിരമായി ഉണ്ടാക്കി എനിക്ക് തരുന്ന പോലുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ നാണക്കേട് നിനക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം മോഹനേട്ടാ, എനിക്കത്ര നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. മോഹനേട്ട തന്നെ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ആ ചായ കുടിച്ച് വയറിളകി നന്ദകുമാർ സാർ ചത്തും പോയി കൊലക്കുറ്റത്തിന് മോഹനേട്ടൻ ജയിലിലാവുന്നോടെ എനിക്കൊരു കേസായി. മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇപ്പോ ഇതിന് മറുപടി പറഞ്ഞാൽ നന്ദകുമാർ സാറിന് ചായ ഉണ്ടാക്കാൻ നീ വില പേശും. നന്ദകുമാർ സാർ വന്നിട്ട് തിരിച്ചു പോട്ടെ, നിന്നെ ശരിയാക്കി തരാൻ. ഒരു വീടിന്റെ മുറ്റമാണ്, ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ പോലും നമുക്ക് നേരമില്ല. കഷ്ടം. എന്താണ് മോനേട്ടാ? ഈ വീട്ടിൽ താമസിക്കുന്ന ആരാണ്? മനസ്സിലായില്ല. ഈ വീട്ടിൽ താമസിക്കുന്നത് മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്ന്? മനുഷ്യരാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എന്താണിപ്പോ സാറിന് ഇങ്ങനെ ഒരു സംശയം വരാൻ? മനുഷ്യർ താമസിക്കുന്ന വീടിന്റെ മുറ്റമാണോ ഇത്? അല്ലേ? നീ മുറ്റത്തേക്ക് നോക്ക്. ഇങ്ങനെയാണോ ഒരു വീടിന്റെ മുറ്റം കിടക്കേണ്ടത്? ഞാൻ നോക്കിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. കാണുന്നില്ലേ? ഈ മുറ്റം തൂത്തുവാരിട്ട് എത്ര മാസമായി? അതാണോ കാര്യം? മുറ്റം ഇന്നലെ രാവിലെ ഞാൻ തൂത്തുവാരിയതാണ്. പക്ഷേ അവിടെ ആ നിൽക്കുന്ന മാവ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഇല വീണോണ്ടേ ഇരിക്കും, പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോ. ഇതൊന്നും എന്റെ കുഴപ്പമല്ല. മോഹനൻ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്, മോളിൽ നിന്ന് വീഴുന്നൊരു വസ്തു ഭൂഗുരുത്തം കാരണം 9.8 മീറ്റർ/സെക്കൻഡ് എന്ന ത്വരണത്തിൽ. എന്നെ ഫിസിക്സ് പഠിപ്പിക്കാനല്ല പറഞ്ഞത്. ഒരു സ്ത്രീ താമസിക്കുന്ന വീടിന്റെ മുറ്റം ഇങ്ങനെ കിടക്കാന്ന് വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ കഴിവുകേടാണെന്നല്ലേ നാട്ടുകാർ പറയൂ. പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമൊന്നുമില്ല. എനിക്കത് പ്രശ്നമുണ്ട്. ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ താമസിക്കുന്ന വീടാണ്. ഈ വീടിന്റെ മുറ്റം എപ്പോഴും വൃത്തിയായി കിടക്കണം. നിനക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ അതങ്ങ് ചെയ്താൽ എന്താ കുഴപ്പം? മോഹനേട്ടാ, ഇന്നലെ മിനിങ്ങാന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് പാടെ അത് ചെയ്തതാണ്.
ഇന്ന് മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ആദ്യം അടുക്കളയിൽ ജോലികൾ തീർക്കാന്ന് വെച്ചു. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ നന്ദകുമാർ സാർ വരുമ്പോ കാണുന്നത് ഈ മുറ്റല്ലേ? സാർ എന്ത് വിചാരിക്കും? സാർ എന്തെങ്കിലും വിചാരിച്ചാൽ എനിക്കെന്താണ്? ഇത് കുട്ടികളെയല്ല. വരുന്നത് PWDയിലെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് അടുക്കളയിലെ ജോലികൾ തൽക്കാലം നിർത്തിവെച്ച് പെട്ടെന്ന് ഈ മുറ്റടിച്ച് വരണം. പിന്നെ ആ പൂച്ചെടികളൊക്കെ ഇങ്ങോട്ട് വാ. ആ പൂച്ചെടികളൊക്കെ ഒന്നുകൂടി ക്രമത്തിൽ അടുക്കി വെക്കണം. അവിടെ ഇരിക്കുന്ന പുല്ലുകളൊക്കെ ചെത്തിപ്പറിച്ച് കളയണം. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചൊരുങ്ങി ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരു മാലയും ബൊക്കയുമായിട്ട് ആ ഗേറ്റ് നിൽക്കാം. നന്ദകുമാർ സാർ വരുമ്പോ സ്വീകരിച്ചുകൊണ്ട് വരാൻ. എന്തിനാ മോഹനട്ടെ ഒച്ചെടുക്കുന്നേ? ഒരു അവധി കിട്ടുമ്പോ ഒരു സ്ത്രീക്ക് വീട്ടിൽ എന്തുമാത്രം ജോലി ചെയ്തു തീർക്കാനാണോ എന്ന് മോഹനട്ടൻ മനസ്സിലാവില്ല. അതിനിടയിൽ PWDയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നല്ല ഇന്ത്യൻ പ്രസിഡന്റ് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ മഴയത്ത് മുറ്റോടിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ല. ഇതൊരു വീടാണെന്ന് എനിക്കറിയാമല്ലോ. അറിയെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ആരും വീട്ടു വേലക്കാരി ആവുന്നില്ല. ഒരു വീടും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വീട്ടിലെ സ്ത്രീകളുടെ ജോലിയാണ്. എന്നാര് പറഞ്ഞു? അതാണ് നാട്ടുനടപ്പ്. അത് വളരെ പഴയ ഒരു നാട്ടു നടപ്പല്ലേ. നാട്ടിലെ മിക്കവാറും കാര്യങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് ആ നാട്ടു നടപ്പ് മാറട്ടെന്ന്. നന്ദകുമാർ സാർ 1 മണിക്കൂറിന് ഇവിടെ എത്തും. അദ്ദേഹം വന്നു കയറുമ്പോ വീടിന്റെ മുൻവശം ഇങ്ങനെ വൃത്തികേടായി കിടന്നാൽ എന്ത് കരുതും? ഞാൻ യാതൊരു വൃത്തിയുമില്ലാത്ത ഒരാളാണെന്ന് കരുതില്ലേ? ഇപ്പൊ കിടക്കുന്ന വല്ല വൃത്തികേടായിട്ട് തന്നെയാണ് നന്ദകുമാർ സാർ വരുമ്പോഴും മുറ്റം കിടക്കുന്നതെങ്കിൽ മോഹനയുടെ ഒരു കാട്ടാളാണെന്ന് സാർ കരുതിക്കോളൂ. അതുകൊണ്ടാണ് മുറ്റം വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് എനിക്ക് സമയമില്ലെന്ന് ഞാനും പറഞ്ഞത്. സംസാരിച്ചിരിക്കുന്ന സമയമല്ല, ഇപ്പൊ തുടങ്ങിയാലേ സമയത്ത് ജോലി തീരൂ. മോഹനട്ടോ, ഞാൻ പറഞ്ഞു അടുക്കളയിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ടെന്ന്. അതെല്ലാം മോഹനട്ട് ചെയ്യുവോ? ഇല്ലല്ലോ, ഞാൻ തന്നെ ചെയ്യണ്ടേ? മുറ്റുപടിക്കുന്ന കാര്യത്തിന് അത്ര വലിയ സാമർത്ഥ്യത്തിന് ആവശ്യമൊന്നുമില്ല. മോഹനട്ടൻ വിചാരിച്ചാലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനോ? എന്താണ് ഈ ഞാൻ ചെയ്താല്? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ ചൂലുമായി മുറ്റം തൂക്കുന്നത് കണ്ടാൽ നാട്ടുകാരെന്ന് കരുതും. മോഹനേട്ടൻ നാട്ടുകാരുടെ വീടിന്റെ മുറ്റം അല്ലല്ലോ ഇങ്ങനെ തൂത്തോട്ട് നിൽക്കുന്നത്. സ്വന്തം വീടിന്റെ മുറ്റം തൂക്കുന്നതിന് എന്താണ് ഇത്ര നാണക്കേട് തോന്നാൻ? അത് ശരിയാവില്ല. എന്താണ് ശരിയാവാത്തത്? ഞാൻ ഒരു വക്കീലാണ്. വക്കീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് അറിയുന്ന ഒരു വക്കീല്. അങ്ങനെ ഒരു വക്കീല് വീടിന്റെ മുറ്റം തൂക്കുന്നതിന് യാതൊരു നാണക്കേടുമില്ല. പക്ഷെ വില്ലേജ് ഓഫീസർ മുറ്റം തൂത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേട്. ഇതെവിടുത്തെ ന്യായമാണ് മോനേട്ടാ? വക്കീലാണെങ്കിലും നീ ഒരു പെണ്ണല്ലേ? അപ്പൊ അതാണ് കാര്യം. മുറ്റം തൂക്കേണ്ടത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള ധാരണ മോഹനേട്ടനെ പോലുള്ള ആളുകൾക്കുണ്ട്. ഒരു പെണ്ണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും മുറ്റം തൂക്കണം. ഒരാണ് ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വായി നോക്കിയാണെങ്കിലും മുറ്റം തൂക്കില്ല. ഇതെവിടുത്തെ ന്യായമാ മോഹനേട്ടാ? ന്യായവും നിയമമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നന്ദകുമാർ സാർ മുറ്റം തൂക്ക് നോക്ക്. മോഹനേട്ടാ, എന്റെ പേര് സത്യഭാമ എന്നാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറയുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് നന്ദകുമാർ സാർ വരുന്നതിന് മുന്നേ മുറ്റം വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, മോഹനയുടെ സ്വയം അത് ചെയ്യണം. അല്ലെങ്കിൽ കൂലിക്ക് ഒരാളെ വെക്കണം. എന്തായാലും സത്യഭാമി അത് ചെയ്യില്ല. നീ അവസരം ചൂഷണം ചെയ്തത്. ചൂഷണം ചെയ്തോ എന്ന് പറഞ്ഞ് ദൈവമായിട്ട് ഒരു അവസരം കൺമുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോ അത് ചൂഷണം ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കില്ലേ മോഹനേട്ടാ, നിനക്ക് ഒന്നാന്തരം ഒരു അവസരം ഞാൻ തന്നതല്ലേ, എന്നിട്ടും നീ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ സത്യഭാമയെന്ന്? ദൈവത്തിന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന എന്തിനാണ്? മുറ്റം തൂക്കാനേ മനസ്സിൽ. ഓഹോ, അത്രക്കായോ? തോപ്പിക്കാൻ നോക്കല്ലേ? തോപ്പിക്കാൻ നോക്കല്ലേ? ഉത്തമനോ? നമസ്കാരം സാറേ. ഭയങ്കര മഴ. മെയ്ദിനോട്ട് രാവിലെ എന്തെന്ന് പരിപാടി? മെയ് ദിനമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ? എന്നാ പറ. ഇന്ന് അവധിയായതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുന്നു. ഓ, എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര തിരക്കാണ് സാറേ. അതുകൊണ്ടാണ് മഴയായിട്ട് പോലും ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. പിന്നെ ഇതുവഴി പോകുമ്പോ സാറിനെ ഒന്ന് കയറി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സാർ എന്ത് വിചാരിക്കുന്നു ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത് തന്നെ. ഉത്തമന് തിരക്കെന്താന്നൊക്കെ എനിക്കറിയാം. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് കള്ള് കിട്ടാനില്ല.
നാട്ടിലെ കുടിയന്മാർക്ക് വീട് വീടാന്തരം കള്ളു കൊണ്ടുപോയി കൊടുത്ത് കമ്മീഷൻ വാങ്ങുക എന്നുള്ളതാണല്ലോ ഉത്തമന്റെ പരിപാടി. അയ്യയ്യേ, ഇപ്പൊ ആ പരിപാടിക്കൊന്നും വലിയ സ്കോപ്പില്ല സാറേ. ഈ കുടിയന്മാർക്കൊക്കെ മുടിഞ്ഞ ഓർമ്മയാണ് സാറേ. ഇന്ന് കുടിക്കാനുള്ള സാധനം അവന്മാർ ഇന്നലെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉത്തമനൊരു സഹായം എനിക്ക് വേണം. സാർ അങ്ങോട്ട് പറഞ്ഞാ പോരെ. സാറിന് ഒരു ആവശ്യം വന്നാൽ അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ എന്തോ ഉള്ളൂ. സാർ പറ. ഉത്തമ, നമ്മുടെ തഹസിൽദാരുടെ അനുജൻ നന്ദകുമാർ സാറിന് ഉത്തമൻ അറിയാമോ? പിന്നെ മറ്റേ PWD നന്ദകുമാർ സാറല്ലേ? സാറ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. തഹസിൽദാർ കൊടുത്തിട്ട് ഒരു ഫയലുമായിട്ടാണ് വരുന്നത്. സാറ് വരുമ്പോ കാണുന്നത് ഈ മുറ്റമായിരിക്കും. രാവിലെ ഭാമ മുറ്റം തൂത്തു വരിട്ടില്ല. അത് പറഞ്ഞപ്പോ അവള് പറയുകയാണ് അവൾക്ക് മനസ്സില്ല, ഞാൻ തന്നെ തൂത്തു വാരിയാ മതിയെന്ന്. നന്ദകുമാർ സാർ വരുമ്പോ ഈ മുറ്റം ഇങ്ങനെ കിടന്ന എന്റെ മാനം പോയില്ലേ? അതിപ്പോ വക്കീൽ അത്രയും വാശിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീൽ മുറ്റം തൂക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാനിവിടെ ഇറങ്ങുന്ന പരസ്യമായി മുറ്റം തൂത്ത റോഡിലൂടെ വരുന്നവരെ കാണില്ലേ? ഒരു വില്ലേജ് ഓഫീസർ മുറ്റം തൂക്കുന്ന കണ്ട അവരെന്ത് വിചാരിക്കും? അതിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ മാനം പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. മുറ്റം തൂത്തില്ലെങ്കിൽ നന്ദകുമാർ സാറിന്റെ മുന്നിൽ സാറ് നാണം കിടും. മുറ്റം തൂത്താൽ തൂക്കുന്ന നാട്ടുകാർ കണ്ടാൽ അതും മാനം പോകും. പെട്ടെന്ന് ഈ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരാളെ ഉത്തമനെ ഏർപ്പെടാക്കോ? അതിനുള്ള പൈസ കൊടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ ഈ മഴയത്ത് അങ്ങനെ ഒരാളെ കിട്ടാൻ വലിയ പാടാണ് സാറേ. അഥവാ ഇനി ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ തന്നെ അവൻ ഭയങ്കര കൂലിയും ചോദിക്കും. കൂലി കൊടുക്കാം. മാനം പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ കാശ് കൊടുക്കുന്നത്. സാർ എത്ര രൂപ കൊടുക്കും? ഒരു 20 രൂപ കൊടുക്കാം. 20 രൂപയെ? സാറേ മിനിമം 150 രൂപ കൊടുത്താലും അരമണിക്കൂറുള്ള പണി ചെയ്ത് തീർക്കാൻ ഒരുത്തനെ പോലും കിട്ടൂല. സാർ ഈ പറഞ്ഞ 20 രൂപ കൊടുത്താൽ ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊരു 10-15 കൊല്ലത്തിന് മുമ്പാ. ഈ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ 15 മിനിറ്റ് മതി ഉത്തമ. അതിന് 150 രൂപ കൂലിയോ? അത് കൊടുത്താലേ ആളെ കിട്ടൂ. സാറ് സമ്മതമാണെങ്കിൽ പറ, ഇപ്പൊ ആളിനെ വിളിച്ചു തരാം. സമ്മതമാണോ? 150 രൂപ കൊടുക്കാൻ പറ്റില്ല. 25 രൂപ കൊടുക്കാം. അപ്പൊ സാറ് എന്നെ ആളിനെ വിളിച്ചോ. എനിക്ക് വയ്യ വല്ലവന്റെ വായിരിക്കുന്നത് കേക്കായി. ഉത്തമ, എന്താണ് രണ്ടാളും കൂടെ വലിയ ചർച്ച? ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. നിനക്ക് കാര്യം? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളേ. ഞാൻ പോയേക്കാം. നടക്കട്ടെ. ഉത്തമ, 25 രൂപയ്ക്ക് ആളെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ? 25 രൂപയല്ല 100 രൂപ കൊടുത്താൽ ഇക്കാലത്ത് ഒരാളിനെ കിട്ടൂല. പിന്നെ ഉത്തമനെ സഹായിച്ചൂടെ? ചൂലപ്പുറത്തുണ്ട്. സാറേ വേറൊരു അവസരത്തിലായിരുന്നെങ്കിൽ ഞാൻ സാറിനെ സഹായിച്ചേനെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിത് ഭയങ്കര തിരക്കുള്ള ദിവസമാണെന്ന്. അതുമല്ല ഈ മഴയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ വേറെ കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ടാ എനിക്കൊരു ആവശ്യം വന്നാ അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ ഉത്തമം കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. അത് പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഇതുപോലത്തെ ഒരു ആവശ്യമാണെന്ന് ഞാൻ അപ്പോഴറിഞ്ഞില്ലല്ലോ. ഉത്തമന് എന്റെ ഒരുപാട് സഹായങ്ങൾ ഭാവിയിൽ വേണ്ടി വരും. സാറിപ്പോ എന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് ഈ മുറ്റമടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. കണ്ടോണ്ട് പോകുന്ന നാട്ടുകാർ പറയും ഉത്തമൻ വില്ലേജ് ഓഫീസറുടെ വീട്ടുപണി ചെയ്താണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് എനിക്കും നാണക്കേടാണ്, അതിനേക്കാൾ ഒരു മോഹനേഷ് സാറിന് നാണക്കേടാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ, ഒരുപാട് സ്ഥലത്ത് പോവാണ്ട്. അതുകൊണ്ടാണ് കുറെ കേട്ടതാ ഞാൻ. അമ്മേ, ഞാനും നീയും തമ്മിൽ പല പ്രശ്നങ്ങളുടെ പേരിലും വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആവശ്യം വരുമ്പോ നമ്മൾ പരസ്പരം സഹായിക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല മോഹനേട്ടാ. മോഹനേട്ടന് ഒരു ആവശ്യം വരുമ്പോ ഞാൻ സഹായിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അതിപ്പോ വീട്ടിലൊരാൾ കയറി വരുമ്പോ പരിസരം വൃത്തികേടായി കിടന്ന വരുന്നയാള് പറയും വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കഴിവുകേടാണെന്ന്. നാണക്കേട് നിനക്കാ? ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ തന്നെ നന്ദകുമാർ സാർ വരുന്നത് എന്നെ പെണ്ണു കാണാനൊന്നുമല്ലല്ലോ. അപ്പൊ എന്നെ പറ്റി ഇത്തിരി മോശം അഭിപ്രായം പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭാമേ, വീടും പരിസരവും വൃത്തികേടായി കിടക്കുകയാണെന്ന് നന്ദകുമാർ സാറ് തഹസിൽദാരോട് പറയും. അങ്ങനെ സംഭവിച്ചാൽ എന്റെ മാനം പോവില്ലേ? അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മോഹനേട്ടാ. ചൂല അപ്പുറത്തിരിപ്പുണ്ട്, അതെടുത്ത് നല്ല ഭംഗിയായിട്ട് മുറ്റം തൂക്കുക. അപ്പൊ പ്രശ്നം തീർന്നു. പക്ഷെ ഞാൻ ഒരു കുഴപ്പമില്ല. ലോകത്തുള്ള സകല കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ എന്റെ മോഹനേട്ടൻ. അപ്പൊ ഒന്ന് മുറ്റം തൂക്കാനാണോ പാട്? നീ സഹായിക്കൽ ഉറപ്പാണോ? ഈ കാര്യത്തിൽ ഉറപ്പാണ്. നന്ദകുമാർ സാർ വരുമ്പോ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്ത് നല്ല 2 വർത്താനം പറയാൻ ഞാൻ തയ്യാറാണ്. അതിലപ്പുറം ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഉറപ്പാണോ? 100% ഉറപ്പാണ്. ഓഹോ,
അപ്പൊ ഭർത്താവിനോട് നിനക്ക് അത്ര വിലയുള്ളൂ. പക്ഷേ ഇങ്ങനെ മോഹനേഷൻ തോൽപ്പിക്കാമെന്ന് നീ കരുതണ്ട. ഇതിലും വലിയ പ്രശ്നങ്ങൾ പുല്ല് പോലെ നേരിട്ടിട്ടുണ്ട് ഈ മോഹനേഷൻ. ഇതിലിപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ മോഹനേട്ടാ. മുട്ടു നോക്കാൻ ഞാൻ മതി. പക്ഷേ ഇപ്പൊ നീ നടത്തുന്ന ഈ വിലപേശലിന് നീ അനുഭവിക്കും. ഇനി മേലിൽ നിനക്ക് ഞാൻ യാതൊരു സഹായം ചെയ്തിട്ടില്ല. അയ്യോടാ, അല്ലെങ്കിൽ തന്നെ മോഹനേട്ടാ എനിക്കെന്ത് സഹായം ചെയ്തിട്ടുള്ളേ? ഒന്നുമില്ല. നമുക്ക് കാണാം. കാണാം. ആഹാ, പിന്നെ വെറുതെ അങ്ങ് വരട്ടെ, പേടിക്കുന്നവളല്ല സത്യഭാമന്ന് ഇത്രയും കാലമായിട്ടും വില്ലേജ് ഓഫീസർക്ക് മനസ്സിലാവാതാണ് കഷ്ടം. അയ്യോ, കൊള്ളാലോ മോഹനേട്ട സാർ. അപ്പൊ ഒരു അത്യാവശ്യമായി ഇതൊക്കെ ചെയ്യാൻ സാറിന് അറിയാം. ഞാൻ സഹായിക്കണോ? എന്റെ മോഹനേട്ടന് മുറ്റുപിടിക്കാൻ അറിയില്ലെന്ന് ആരാ പറഞ്ഞത്? നല്ല ഒന്നാന്തരായിട്ടല്ലേ ഈ ചെയ്തത്. നാളെ മുതൽ എന്തായാലും മോഹനേട്ടൻ തന്നെ മുറ്റുപിടിച്ചാൽ മതി. നാളെ മുതൽ എന്റെ അച്ഛൻ മുറ്റടിക്കും. എനിക്കൊരു അത്യാവശ്യം വന്നു പോയി. അഹങ്കാരി. ഓ എന്റെ ഈശ്വര, നാളെ തൊട്ട് എല്ലാ ദിവസവും രാവിലെ ആരെങ്കിലും മോഹനേട്ടനെ കാണാനായിട്ട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. മോഹനേട്ട സാറേ, മുറ്റടിക്കുകയാണോ? അല്ല, പല്ലി അയക്കുക. എന്നാലും സാറിനെ പോലെ ഒരാളിങ്ങനെ മഴയൊക്കെ നനഞ്ഞ് മുറ്റടിക്കാന്ന് പറഞ്ഞ? ഞാൻ അടിക്കുന്നത് എന്റെ മുറ്റമാണ്, മഴ നനയുന്നത് ഞാനാണ്. ഇയാൾക്ക് എന്തായാലും കാര്യം? പോക്കുവരന്റെ സർട്ടിഫിക്കറ്റ് വില്ലേജിരിക്കല്ലേ? അതെ. ഒരാഴ്ചയ്ക്ക് ശരിയാക്കി തരാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശരിയായി തന്നെ. സ്ഥലം നോക്ക്. നോക്കരുത്. സ്വന്തം വീടിന്റെ മുറ്റം അടിക്കുന്നതിന് നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ നിൽക്കുന്ന എന്തിനാണ് മോഹനേട്ടാ? നീ പോ. പെട്ടെന്ന് ആട്ടെ. ദാ നന്ദകുമാർ സാർ ഇപ്പൊ വരുവേ. സാറ് വരുമ്പോ വില്ലേജ് ഓഫീസർ ഇങ്ങനെ ചൂലുമായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മാനം പോവും. നിനക്കെന്താ കുഴപ്പം? നന്ദകുമാർ സാർ വരുമ്പോ ചിലപ്പോ ചൂലായിരിക്കും, ചിലപ്പോ ഞാൻ തല കുത്തിക്കും, ചിലപ്പോ അവിടെ കിടന്നു ഉരുന്ന് മറിയും. ആര് ചോദിക്കാൻ? ഈശ്വര, നന്ദകുമാർ സാറ് കാണൂലായിരിക്കും. ഇതെന്താ മോഹനകൃഷ്ണ? ഞാൻ പിന്നെ സാറ്. ശരി ശരി, എന്റെ കൊടയില്ല, നമുക്ക് അകത്തോട്ടിരിക്കാം. അല്ല, ഇത് ഞാൻ
സത്യഭാമ അല്ലേ? അതെ. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാമ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ നന്ദകുമാർ. മോഹനേട്ട പറഞ്ഞിരുന്നു. അകത്തേക്ക് ഇരിക്കാൻ സാർ. അയ്യോ വേണ്ട, പോയിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. ഈ ഫയൽ ഇവിടെ തരണമെന്ന് ഏട്ടൻ പറഞ്ഞതുകൊണ്ട് വന്നതാ. സാർ ഞാൻ പിന്നെ ഈ മോഹനകൃഷ്ണനെ പറ്റി ഏട്ടൻ എപ്പോഴും പറയും, സത്യസന്ധൻ, മാന്യൻ, ജോലി സമർത്ഥൻ എന്നൊക്കെ. പക്ഷേ ഈ രൂപത്തിൽ മോഹനകൃഷ്ണനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനെ എല്ലാ ദിവസവും മുറ്റം തൂക്കുന്ന ഞാനല്ല. ഇന്ന് ഞാനൊരു തമാശക്ക് മുറ്റം തൂക്കാൻ തുടങ്ങിയതായിരുന്നു. അതല്ല സാർ, സത്യം ഞാൻ പറയാം. രാവിലെ എല്ലാ ദിവസവും മുറ്റോടിക്കുന്നത് ഞാനാണ്. ഇന്ന് രാവിലെ മുറ്റോടിക്കാൻ ഇറങ്ങിയപ്പോ മോഹനേട്ടൻ പറഞ്ഞു, മഴ നനഞ്ഞ് നീ വെറുതെ മുറ്റോടിക്കണ്ട, ഞാൻ അടിച്ചോളാന്ന്. എനിക്കെന്തെങ്കിലും പനി വരും എന്നുള്ള പേടിയാ മോഹനേട്ടന്. അല്ലേ മോഹനേട്ടാ? ആയിരിക്കും, ശരിയാണല്ലോ. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്ത് ജോലിയും ചെയ്യാനുള്ള ഈ മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മനുഷ്യനായാൽ ഇങ്ങനെ വേണം. അല്ലാതെ ഞാൻ വില്ലേജ് ഓഫീസറാണ്, അതല്ലാതെ വേറൊരു ജോലി ഞാൻ ചെയ്യില്ല എന്ന വാശി മോഹനകൃഷ്ണനില്ലല്ലോ. അതെ സാർ, ഒട്ടുമില്ല. സത്യത്തിൽ മോഹനേട്ടാണ് ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത്. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല. അങ്ങനെ വേണം. മോഹനകൃഷ്ണൻ ഒരു ഉത്തമ മനുഷ്യനാ. ഏട്ടനെ കാണും എല്ലാവരും മോഹനകൃഷ്ണനെ കണ്ട് മാതൃകയാക്കണമെന്ന്. സത്യത്തിൽ സത്യഭാമ ഭാഗ്യം ചെയ്ത ഭാര്യ. എന്നാ പിന്നെ ഞാൻ വരട്ടെ. കഷ്ട. ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് ഞാനാണെന്ന് നീ പറഞ്ഞെന്തിനാ? ഭാര്യയെ പേടിച്ച് വീട്ടു ജോലികൾ ചെയ്യുന്ന ഒരു പെൺകൊന്നനാണ് ഞാനെന്ന് നന്ദകുമാർ സാർ കരുതില്ലേ? അങ്ങനെയല്ലല്ലോ സാറ് കരുതിയത്. വില്ലേജ് ഓഫീസറാണെന്നുള്ള അഹങ്കാരമില്ലാതെ ഭാര്യയെ വീട്ടുജോലിയിൽ സഹായിക്കുന്ന ഉത്തമ മനുഷ്യനാണ് മോഹനേട്ടൻ എന്നല്ലേ സാറ് പറഞ്ഞിട്ട് പോയത്? മറ്റാണുങ്ങൾ മോഹനേട്ടനെ മാതൃകയാക്കണമെന്ന് സാറ് പറഞ്ഞു. മോഹനേട്ടാ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ? വീട്ടിലെ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ ഭാര്യ ഒന്ന് സഹായിക്കുന്നതുകൊണ്ടോ ഒന്നും വരാനില്ലെന്ന്. മറിച്ച് അതൊരു നല്ല ഗുണമായിട്ടാണ് വിവരമുള്ള ആളുകൾ കരുതുന്നത്. എന്തായാലും ഒരു ഇലയെടുത്ത് മാറ്റാൻ പോലും ഭാര്യയെ സഹായിക്കാത്ത മോഹനേട്ടൻ വലിയ കുടുംബസ്നേഹിയും ഭാര്യയെ സഹായിക്കുന്ന പരമയോഗ്യനുമായില്ലേ? അതിന് എനിക്ക് ചെലവ് ചെയ്യണം. നന്ദി. എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇന്ന് മുതൽ മോഹനേട്ടൻ എന്നെ അടുക്കളയെ സഹായിക്കുമെന്ന് മനസ്സിലായി. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ആ പാത്രമൊക്കെ ഒന്ന് കഴുകിത്തരൂ. പാത്രം കഴുകാനോ? ഞാനോ? ഞാൻ നാട്ടുകാരെ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല. അയ്യോ, മറന്നുപോയി. കാണണ്ട നാട്ടുകാരല്ല. എല്ലാ ജോലിക്കും അന്തസ്സുണ്ടെന്നും വീട്ടിൽ ഭാര്യയെ സഹായിക്കുന്നത് കൊണ്ട് ഭർത്താവ് കൂടുതൽ യോഗ്യനെ ആവുന്നുള്ളൂ എന്നുമാണ് ഈ കഥയിലെ പാഠം. പക്ഷേ എത്ര പഠിച്ചാലും വില്ലേജ് ഓഫീസർ ആ പാഠം പഠിക്കില്ല എന്ന് നമുക്കറിയാം. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ കൂടുതൽ നേരം പോക്കുകളുമായി കാര്യം നിസ്സാരം തുടരുന്നു.